കല്യാണം നാളെ കേട്ടോ. ഇപ്പോഴേ മണിയറയിലേക്ക് കൊണ്ടുപോക്കളയല്ലേ. ഒന്ന് പോടാ. ചാരുടെ കാല് വിളിക്കണ്ട. ഞാൻ നിന്റെ കയ്യിലോട്ട് വരാം, നീ മുറിയിലാക്കിയ മതി. അമ്മ തൈലം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, തന്നെത്താനങ്ങ് ചുമന്നാ മതി. ഫുൾ ടൈം ചുമക്കേണ്ട ആളല്ലേ. ചുമന്നോ ചുമന്നോ. അത് വെറുതെ ചുമ്മാ. പ്ലീസ് ഇതിവൻ ഓവറാക്കി കുളമാക്കുമെന്നാ തോന്നുന്നത്. കുനിഞ്ഞൊരു കുപ്പി എടുക്കാത്തവനാ ഇപ്പൊ കണ്ടില്ലേ. എന്തൊരു വേദനയാ. എന്നാലും അരന്തട്ട് കാണിച്ച വളരെ മോശമായിപ്പോയി. എല്ലാരും കണ്ടില്ലേ, ഞാനിനി അവരൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും. എവിടെയാ വേദന? കാലിലും കാലിന്റെ കുഴയിലും ഒക്കെയാ. എന്നാലും അരന്തട്ടൻ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. അന്നാ സേവ്ദരേട്ടനെന്ന് താഴെ ഇട്ടില്ലേ, അതുപോലെ എന്നെ താഴെ ഇട്ടാലോന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ചെയ്തില്ലല്ലോ. അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ. ഞാൻ തടവത്തിലാ, നോക്കട്ടെ. അയ്യോ വേണ്ട, ഞാൻ തന്നെ തടയിക്കോളാം. അരന്തട്ടൻ പോയിക്കോ. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ തടവിക്കോളാം. അയ്യോ കാല് തിരിഞ്ഞതാ. അമ്മ ഉണ്ടെങ്കിതാ, ഞാൻ തടവി കൊടുക്കാം. എഴുന്നേറ്റ് മാറാ അങ്ങോട്ട്. ഞാൻ തടവാന്ന് പറഞ്ഞില്ലേ, എഴുന്നേക്ക്. അതെ, ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല. ചാറിന്റെ വേദന മാറട്ടെ. ആഹാ, നീ അങ്ങോട്ട് പോയേ, ഞാൻ തടവിക്കോളാം. അമ്മ ഇങ്ങോട്ട് മാറി, ഞാൻ തടയി കൊടുത്തോളാം. എനിക്കിതൊക്കെ നല്ല ശീല. ആരും തടവണ്ട, ഞാൻ തടവിക്കോളാം. ഇവിടെ ഒരുപാട് പേര് വരുന്നതല്ലേ, കല്യാണ പെണ്ണിനെ കാണാനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ ആയിട്ട്. കല്യാണത്തെക്കാൾ വിശേഷം ഇവിടെയൊക്കെ തലേ ദിവസം. കാലൊക്കെ മുടന്തി നടന്നാലേ എല്ലാരും എന്നെ ആയിരിക്കും പറയാ, വന്നു കയറുന്നതിന് മുമ്പേ പെണ്ണിനെ അമ്മായിമ്മ മുടന്തിയാക്കിയെന്ന്. മോളിങ്ങോട്ട് കാല് നീട്ടി വെച്ചേ. വെക്ക്. അങ്ങനെ ദാ ഇവിടെയാ അല്ലേ, ഇവിടെയോ? ആ, ഞാൻ തടവി കൊടുക്കാം. അമ്മയെ കൊണ്ട് കാല് തടവിച്ചെന്ന് പറയും ചിലര്. ആ പറയുന്നവർക്കൊക്കെ ഉള്ള മറുപടി ഞാനങ്ങ് കൊടുത്തോളാം. പോടാ ഇവിടുന്ന്. അതെ, നാളെ താലികെട്ടൊക്കെ കഴിഞ്ഞ് എന്താന്ന് വെച്ചാ എന്റെ മോനെ അയക്കോ. ആ, തൽക്കാലം ഇപ്പൊ എന്റെ മോൻ പോകും. മോളെ, നീ നിന്റെ കാലിങ് എന്റെ മടിയിലേക്ക് വെച്ചേ. കാല് അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്ന നീരടിക്കും. ചരം എണീറ്റ് നടക്ക്. അപ്പൊ എവിടെയാ മസിൽ പിടിക്കുന്നതെന്ന് നോക്കി അതനുസരിച്ച് തടവാം. എന്നിട്ടും വേദന പോയില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കി ഒരു തോർത്ത് കൊണ്ട് ആവി കൊള്ളാം. എങ്ങനെയുണ്ട് ചാരുമോളെ? അല്ല, എങ്ങനെയാ നീ വീണത്? കാല് മാത്രമേ വിളിക്കുള്ളൂ, അതോ നടുപിടിച്ചങ്ങനെ വീണായിരുന്നോ? അതെ, വീഴുന്നതിന് മുമ്പ് അവൻ താങ്ങി പിടിച്ചില്ലേ. വൈകിട്ടല്ലേ ഉള്ളൂ ഫംഗ്ഷനൊക്കെ. കാറ് മുറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ ഗംഗാധരം വൈദ്യരെടുത്ത് പോയി ഒന്ന് തടവിക്കാം. വൈദ്യർക്ക് മർമ്മമൊക്കെ അറിയാവുന്നതല്ലേ. ഒന്ന് നന്നായി തടവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അയ്യോ വേണ്ട ബലമ്മേ, എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. അമ്മായി നന്നായി തടവി തന്നു. എണീക്കണ്ട എണീക്കണ്ട.
ഹേമ ഇങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട ബാലമാമേ, വേദനയൊക്കെ മാറി. നീ അവിടെ അടങ്ങിയിരുന്നാ മതി. കാലെടുത്ത് വെച്ച്. അയ്യോ. ആ എണ്ണ എന്തിയെ? ദോ. എണ്ണ ചൂടാക്കിയിട്ട് വേണ്ട തടവാൻ. ഇതെന്തെണ്ണയത്? ഇത് വൈദ്യുതി തന്നെണ്ണ. അതെ, എനിക്കറിയാം മാഷെ എന്താ ചെയ്യേണ്ടെന്നൊക്കെ. അവള് പറഞ്ഞല്ലേ വേദന കുറഞ്ഞു എന്ന്. വിളിച്ചോണ്ട് വന്നപ്പോ ആ കാല് കഴുകി അകത്ത് കയറ്റി. ദാ ഇപ്പൊ കാല് തടവി കൊടുക്കുന്നു. ഇനി എന്തൊക്കെ ഇവിടെ കാണണം ദൈവമേ. ആകാശിനെ ആളുകളൊക്കെ കൂടെ തല്ലിക്കെടുത്തിയപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആളാ. വേണ്ടപ്പെട്ടവര് വന്നപ്പം എന്തൊക്കെ കാണണം. മോളെ ഉള്ളത് പറ. ഇപ്പൊ കുറവുണ്ടോ? നമുക്ക് വൈദ്യുതി പോണോ? വേണ്ട ബാലമാമേ, ശരിക്കും വേദന മാറി. അമ്മ നന്നായി തടയി തന്ന. അതൊന്നും പറഞ്ഞ ഇവിടെ പിടിക്കില്ലല്ലോ. നേരിട്ട് തടവിയാലേ ശരിയാവും. ആയിക്കോട്ടെ ഞാനും കരുതി. ഇങ്ങനെയുണ്ടോ ഒരു അമ്മാവനും മരുമോളും? ഈശ്വരാ. അതെ, ഇവക്കൊരു കുഴപ്പമില്ല മാഷെ. പൊക്കിയെടുത്തോണ്ട് നടക്കാനും തടവി കൊടുക്കാനും ഒക്കെ ആളുണ്ടല്ലോ. ഞാനും ഇവിടെ കാല് തെറ്റി 1 മാസം ഒരേ കിടപ്പ് കിടന്നു. ഒന്ന് തടവി തന്നില്ല എന്നുള്ളതോ പോട്ടെ, ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു വാക്ക്. നാഴേക്ക് 40 വട്ടം വിളിക്കും. ഹേമേ അതിങ്ങെടുക്ക്, കാപ്പി കൊണ്ടുപോവാ, ചൂടുവെള്ളം കൊണ്ടുപോവാന്നൊക്കെ. ആ വയ്യാത്ത കാലും പൊക്കിക്കൊണ്ടേ ഞാൻ എല്ലാത്തിനും ഓടിച്ചെല്ലണം. അമ്മയില്ലാത്ത കുട്ടിയല്ലേ, ആരുമില്ലാത്തൊരു തോന്നൽ ഇവക്കുണ്ടാവരുത്. എന്റെ മാഷെ ഇങ്ങനൊന്നും പറയല്ലേ. ഇവൾക്കിനി ഞാനില്ലേ? ദേ താഴെ പോലും വെക്കാതെ തോളത്തെടുത്തോണ്ട് നടക്കാനേ നാളെ മുതൽ താലി കെട്ടിയ പുരുഷനും ഉണ്ട്. പിന്നെ പുരുഷന്റെ കാര്യമൊക്കെ കണക്കാ. ദേഹത്തുനിന്ന് എന്തെങ്കിലും വീട് പോയാൽ പോലും കുനിഞ്ഞെടുക്കാൻ മണിയുള്ളവനാണ് ഇവൻ.